നമസ്കാരം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പന്റെ ഉത്സവത്തിന്റെ 9ാം ദിവസമാണ്. 9ാം ദിവസമായ ഇന്ന് പള്ളിവേട്ടയാണ്. പള്ളിവേട്ടയുടെ ദിവസം ഗുരുവായൂരപ്പന് അനേകം പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തെ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെക്കല് കൊടിമരത്തിന്റെ ചുവടെ നമ്മൾ മഞ്ചാടിയൊക്കെ വാരുന്ന മഞ്ചാടി ചെമ്പുണ്ടല്ലോ, അതിന്റെ അടുത്തായിട്ടാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഗുരുവായൂരപ്പന് വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ് സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരിക്കാറുള്ളത്. ഈ സമയം 6 മണി ആയാൽ ഗുരുവായൂരപ്പന് ഇന്നത്തെ ദീപാരാധന കാണിക്കലാണ്. ശാന്തിയേറ്റ കീഴ്ശാന്തി നമ്പൂതിരിയാണ് ഇന്നും നാളെയും ഗുരുവായൂരപ്പന് ദീപാരാധന കാണിക്കുക എന്നുള്ള ചടങ്ങ്. ഈ സമയത്ത് നമ്മൾ ഭക്തജനങ്ങൾക്ക് തൊഴാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. 4 മണി മുതൽ 6 മണി വരെ നമുക്ക് ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കും. ജനറൽ ക്യൂ സംവിധാനം വഴി തന്നെയാണ് ചുറ്റമ്പലത്തിനകത്തേക്ക് നമ്മളെ കടത്തി വിടാറുള്ളത്. ഇതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പനെ ആ ശാന്തിയേറ്റ കീഴ്ശാന്തി തിടമ്പില് എഴുന്നള്ളിച്ച് പുറത്തേക്ക് വന്ന് പുറത്തു നിന്നാണ് ഗുരുവായൂരപ്പൻ ആനപ്പുറത്തേക്ക് എഴുന്നള്ളുന്നത് കേട്ടോ. ഈ ആനപ്പുറത്തേക്ക് എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പന്റെ മുൻപിലായിട്ട് കൃഷ്ണനാട്ടം കലാകാരന്മാര് സൈനികരുടെ വേഷത്തില് അകമ്പടിയായിട്ട് മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. ഒരു രാജകീയ പ്രൗഢിയോട് കൂടിയായിട്ട് ആണ് ഗുരുവായൂരപ്പൻ ഭക്തജനങ്ങളെ കാണാൻ ഗ്രാമപ്രദക്ഷിണത്തിന് ഇറങ്ങുന്നത്. വർഷത്തിൽ 2 ദിവസം മാത്രമാണ് ഗുരുവായൂരപ്പന് ഇങ്ങനെ ഗ്രാമപ്രദക്ഷിണം ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തജനങ്ങൾ ഓരോരുത്തരും ഗുരുവായൂരപ്പനെ നിറപറയും നിലവിളക്കും വെച്ചാണ് സ്വീകരിക്കാറുള്ളത്. അനേകം തരത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ടാണ് പറ വെക്കാറുള്ളത് കേട്ടോ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ. നമ്മൾ സാധാരണ കാണുന്ന നെല്ല്, അവില്, മലര്, പൂവ്, ശർക്കര ഇതൊന്നും അല്ലാതെ ഗുരുവായൂരപ്പന് പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ടും പറ വയ്ക്കുന്ന ഭക്തജനങ്ങളുണ്ട് കേട്ടോ. അപ്പം കൊണ്ട്, നാണയം കൊണ്ട്, പട്ടുകോണകം കൊണ്ട്, അങ്ങനെ ഇന്നത് കൊണ്ടെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള എന്തും ശ്രീ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കും. അനേകം തരത്തിലുള്ള ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ പറവെച്ച് കാണാറുണ്ട് കേട്ടോ. ഇങ്ങനെ പറവയ്ക്കലൊക്കെ ഈ പറയെല്ലാം സ്വീകരിച്ചതിന് ശേഷം ഏതാണ്ട് 9 മണിയോടുകൂടി തിരിച്ച് ഗുരുവായൂരപ്പൻ അകത്തേക്ക് എഴുന്നള്ളും.